മഹാനരായ അബൂദർദാ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും കൂടി ആമിറുൽ അൻസാരിയുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന മക്കളെയും കുട്ടികളെയൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച ദിവസമുണ്ടായ സംഭവങ്ങളെക്കുറിച്ച് ബഹുമാനപ്പെട്ട ആമിറുൽ അൻസാരി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്. അപ്പോഴാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഞാനും കൂടി കടന്നു ചെല്ലുന്നത്. അവര് പറയുന്നുണ്ട്, വയഖൂലു ഹാദൽ യൗം, ഇതാണ് ആ ദിവസം. അള്ളാഹുവിന്റെ റസൂലിന്റെ മഹത്വം പറഞ്ഞത് എന്തുകൊണ്ടാണ്? ഇതാണ് ആ ദിവസം, റബീഉൽ അവ്വൽ 12. ഈ ദിവസമാണ് കാലങ്ങൾക്ക് മുമ്പ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മമുണ്ടായത്. അന്നുണ്ടായ അനുഗ്രഹങ്ങളെ പറഞ്ഞു കൊടുക്കാണ് ബഹുമാനപ്പെട്ട ആമിറുൽ അൻസാരി റളിയല്ലാഹു അൻഹു. അവിടേക്കാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെന്നത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് കേട്ടുകൊണ്ട് ചെന്നപ്പോ ഫഖാല അലൈഹി സ്വലാത്തു വസ്സലാം, അല്ലാഹുവിന്റെ റസൂൽ അങ്ങ് പറഞ്ഞു, ഇന്നല്ലാഹ ഫതഹ ലക അബ്വാബർ റഹ്മാ വൽ മലായികത യസ്തഗ്ഫിറൂന ലക. മഹാനരായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആമിറുൽ അൻസാരി തങ്ങളോട് പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹങ്ങളുടെ വാതിൽ നിങ്ങൾക്ക് തുറന്നു തരട്ടെ. ആമിറുൽ അൻസാരി റബീഉൽ അവ്വൽ 12 നബിതങ്ങൾ ജനിച്ച വിശേഷം പറഞ്ഞ ആമിറുൽ അൻസാരി തങ്ങൾക്ക് ദ്വാരന്നോടുക്കാണ്. നമ്മൾ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്? അതിന്റെ ഉത്തരം കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മലക്കുകൾ നിങ്ങളുടെ മേലെ ഇസ്തിഗ്ഫാർ ചെയ്യുന്നുണ്ട് ആമിറേ. എന്നിട്ടൊരു പറച്ചിലാണ്, മമ ഫഅല ഫിഅലക നജാ നജാതക്, ഇതുപോലെ നിങ്ങൾ ചെയ്തതുപോലെ ആര് ചെയ്തോ അവര് വിജയിച്ചു പോയെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ആരോടെങ്കിലും വാശി തീർക്കാനാണോ? അല്ല. അള്ളാഹുവിന്റെ റസൂൽ അന്നത്തെ ദിവസം മഹത്വം പറഞ്ഞ സ്വഹാബിയോട് പറഞ്ഞു കൊടുക്കാണ്, നിങ്ങൾ ചെയ്തതുപോലെ ആരെങ്കിലും ചെയ്തോ അവര് വിജയിച്ചു പോയി. സ്വഹാബത്ത് ചെയ്തിട്ടില്ല, അറിവില്ലായ്മ കൊണ്ട് പലരും പറയുന്നതാണ്. സ്വഹാബത്ത് ചെയ്തിട്ടുണ്ട്.